ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA 4th സെമ്മിൻ്റെ മെയിൻ പേപ്പറാണ് ഇത്. സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പർ, സോഷ്യോളജിക്കാരുടെ കേട്ടോ. അതിലെ 3ാമത്തെ ബ്ലോക്കിൽ 2ാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. 2ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോസിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. അതേപോലെ പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഉണ്ട്. അസൈൻമെൻറ്റ്സ് ഇംഗ്ലീഷിലാണ്, നോട്ട്സ് മലയാളത്തിലാണ് കേട്ടോ, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 3ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് ജെൻഡർ ആൻഡ് ഇൻ്റർസെക്ഷനാലിറ്റി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ജെൻഡർ, ലിംഗവും ഇൻ്റർസെക്ഷനാലിറ്റിയും കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മളോട് ചോദിക്കാനും സാധ്യതയുള്ളത്. അപ്പോൾ ജെൻഡറും അതുപോലെ തന്നെ മീനിങ്, ജെൻഡറിൻ്റെ മീനിങ് ചോദിക്കണം. നമ്മൾ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിംഗം എന്ന് തന്നെയാണ്. ചില ലിംഗഭേദം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലിംഗം അല്ലെങ്കിൽ ലിംഗഭേദം എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ആയതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമാക്കുന്ന അടിസ്ഥാന വസ്തുതകളെയൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. ജെൻഡർ, അത് അതിൻ്റെ പേരിലുണ്ടാകുന്ന അസമത്വം, അനീതിയൊക്കെ ലിംഗഭേദത്തിലും ഉൾപ്പെടുത്താം. അപ്പോൾ ഒരാളുടെ ലിംഗം അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പീഡിപ്പിക്കൽ, അവഗണനകൾ, അധികാര ഭാഗത്ത് നിന്നുണ്ടാകുന്ന അധികാര വെട്ടിച്ചുരുക്കലുകൾ എല്ലാം ഇതിൽ വരുന്നുണ്ട്. ജെൻഡറിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരേ ജോലി ചെയ്യുമ്പോഴും സ്ത്രീകൾക്ക് കുറഞ്ഞ ശമ്പളവും അല്ലെങ്കിൽ കുറഞ്ഞ കൂലിയും പുരുഷന്മാർക്ക് കൂടുതൽ ശമ്പളവും കൊടുക്കുന്നതൊക്കെ എന്താണ്? ജെൻഡർ ഡിഫറൻസാണ്, ലിംഗഭേദമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് സ്ത്രീയും പുരുഷനുമായതുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് നൽകുന്നൊരു സ്ഥാനമുണ്ടല്ലോ, അതാണ് ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ ഡിഫറൻസ് അല്ലെങ്കിൽ ലിംഗഭേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കാസ്റ്റും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർസെക്ഷനാലിറ്റിയിൽ കാസ്റ്റും ജെൻഡറിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഭാരതീയ സമൂഹത്തിൽ ജാതിയും ലിംഗവും തമ്മിൽ അനേകം പാരമ്പര്യ, സാമൂഹിക, സാമ്പത്തിക ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് സാമൂഹിക ഘടകങ്ങൾ ഒരേ സമയം വ്യക്തികളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും പരസ്പര പ്രഭാവം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാതി വ്യവസ്ഥയിൽ സ്ത്രീക്കും പുരുഷന്മാർക്കും എന്താണ്? വ്യത്യസ്തമായ ബാധ്യതകളാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഉയർന്ന ജാതികളിലെ സ്ത്രീകൾക്കും താഴ്ന്ന ജാതികളിലെ പുരുഷന്മാർക്കും സാമൂഹിക സ്ഥാനം വ്യത്യസ്ത രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ സാമ്പത്തികമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഭാഗമാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ജാതി പ്രഭാവങ്ങളോടൊപ്പം തന്നെ ലിംഗഭേദവും സ്ത്രീകളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ താഴ്ന്ന ജാതികളിൽ സ്ത്രീകൾ ജാതി അടിസ്ഥാനമാക്കിയ പീഡനത്തിനും ലിംഗഭേദത്തിനും ഇരയാകുന്നവരാണ്. ഇപ്പോൾ കഷ്ടപ്പാടുകളുടെ, അതായത് ഒരു ഇരട്ട കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളാണ് ആര്? താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾ എന്ന് പറയും. അപ്പോൾ അടിമകളായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൽ അവരെ കാണുന്നത്. ജാതി വ്യവസ്ഥയിൽ സ്ത്രീകളുടെ ആധിപത്യം, വിവാഹം, പൊതു ഇടപെടൽ എന്നിവ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. വിവാഹ വ്യവസ്ഥ എവിടെയും ജാതി ലിംഗ ചട്ടങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ജാതി പ്രസ്ഥാനങ്ങളുടെയും സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ ജാതി ലിംഗ പ്രശ്നങ്ങൾ പരസ്യമാക്കപ്പെട്ടിട്ടുണ്ട്, അതിലിടപെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും എന്തെല്ലാം ഇന്നും ജാതിയുടെ പേരിലും ലിംഗത്തിൻ്റെ പേരിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കുറച്ചൊന്നുമല്ല. ഇനി ഇന്ത്യയിലെ ജാതിവിരുദ്ധ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രസ്ഥാനം വരുന്നുണ്ട്. ഇന്ത്യയിലെ ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ നേതാവാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ദ്രാവിഡിയൻ ഹരിജൻ ആസൂത്രണം ചെയ്ത ഉയർന്ന ജാതി ബ്രാഹ്മണ മേധാവിത്വത്തെ ശക്തമായിട്ട് എതിർത്ത സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? പോരാട്ടം നയിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ദളിത് വിവേകം, ഭരണഘടനാ രചന, സാമൂഹിക നീതി എന്നിവയിൽ നിന്നൊക്കെ വൻ സംഭാവനകൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ദളിത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ അവകാശത്തിന് വേണ്ടിയും പോരാടിയ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. പിന്നെ മറ്റൊരാളാണ് ആര്? ജാതി വിരുദ്ധ പ്രസ്ഥാനത്തിലെ ജ്യോതിബ ഫുലെ. 19ാം നൂറ്റാണ്ടിലെ ബിരുദമുള്ള ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ എന്നും പറയും കേട്ടോ. ശുചിത്വ വിഭാഗങ്ങളുടെ, അതെന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർ, വിദ്യാഭ്യാസ അവകാശങ്ങൾ ഉറപ്പിക്കാനും സ്ത്രീകളും അടിമകളും ഉൾപ്പെടെയുള്ള ജാതികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്തതിൻ്റെ തുടക്കക്കാരനാണ് ആര്?
ജ്യോതിറാവു ഫുലെ അല്ലെങ്കിൽ ജ്യോതിബ ഫുലെ. പിന്നെ ദയാനന്ദ സരസ്വതി, ആര്യസമാജം സ്ഥാപിച്ച വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെ വിമർശിച്ച് സാമ്യപരിഷ്കരണത്തിന് അദ്ദേഹം ഒരു മാർഗം ഒരുക്കുകയായിരുന്നു. അദ്ദേഹമാണ് വേദങ്ങളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടത്. പിന്നെ വില്ലുവണ്ടി പ്രസ്ഥാനം, കേരളത്തിലെ 20-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രസ്ഥാനമാണ് വില്ലുവണ്ടി പ്രസ്ഥാനം. താഴ്ന്ന ജാതികളിലെ അടിമകളുടെയും ഒക്കെ ശൂദ്രരുടെയും ഒക്കെ ജാതി വിരുദ്ധത പോരാട്ടം, അവരുടെ അടിമപ്പണി, സാമൂഹിക ഒറ്റപ്പെടൽ എന്നിവയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി അതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമായിരുന്നു ഏത് വില്ലുവണ്ടി പ്രസ്ഥാനം. ഇനി സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കളാണ് ഇന്ന് ഇന്ദിരാഗാന്ധി തന്നെ. പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ആനന്ദി ദേവിയാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, തൊഴിലുറപ്പ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു പ്രവർത്തകയായിരുന്നു ആനന്ദി ദേവി. ഗ്രാമീണ വനിതകളുടെ അവകാശങ്ങൾ ഉറപ്പിക്കാനാണ് അവർ കൂടുതലും ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇനി സമത്വം നിർവചിക്കാനാണ്. എന്താണ് സമത്വം? സമത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങളും അവസരങ്ങളും ലഭ്യമാക്കുകയും മാനവത്വം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. മാനവത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ്. അത് ലിംഗം, ജാതി, മതം, അതുപോലെ സാമ്പത്തിക നില, വർഗം തുടങ്ങിയ വ്യത്യാസങ്ങളിൽ നിന്ന് മറികടന്നുകൊണ്ട് എല്ലാവർക്കും ഒരേ നിലവാരം ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക തുല്യത എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് സാമൂഹിക അവകാശങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും ഒരു സമത്വമാണ്. ഇതൊരു സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും സമാന സാമൂഹിക പദവി അംഗീകാരം നൽകുന്ന അവസ്ഥയാണെന്ത്? സാമൂഹിക തുല്യത. സമത്വവും സാമൂഹിക തുല്യതയും കേട്ടോ. അപ്പോൾ സമത്വം പൊതുവായിട്ട് എല്ലാ മേഖലയിലും ഒരേ അവകാശങ്ങളും അവസരങ്ങളും പ്രദാനം ചെയ്യുന്നു. സാമൂഹിക തുല്യത സമൂഹത്തിലെ അംഗങ്ങളുടെ സാമൂഹിക സ്ഥാനത്തെയും സ്വീകാര്യതയെയുമാണ് എന്ത് ചെയ്യുന്നത്? സമമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇനി ജാതി, വർഗം, മതം എന്നിവയുടെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചാണ്. ജാതി, മതം, വർഗം. ഭാരതീയ സമൂഹം സമൃദ്ധമായ, ബഹുലമായ അല്ലെങ്കിൽ ബഹുസാംസ്കാരികമായ സാമൂഹിക ഘടനകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ്. ജാതി, വർഗം, മതം എന്നീ മൂല്യങ്ങൾ ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ ഏറെ നിർണായകമായിട്ടുള്ള വസ്തുതകളുമാണ്. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം ഇന്ത്യയിലെ ലിംഗ പ്രശ്നങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഭാരതീയ സമൂഹത്തിലെ ജാതി ഒരു പാരമ്പര്യ സാമൂഹിക പദവിയാണ്. ജാതി ആളുകളുടെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സമൂഹം പലതരം വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വർഗം എന്നത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ ജനങ്ങൾ വർഗീകരിക്കപ്പെടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വർഗവ്യവസ്ഥകൾ രൂപപ്പെടും. മതം മനുഷ്യരുടെ ആത്മീയ വിശ്വാസവും ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയിൽ മതങ്ങൾ നിരവധി ഉള്ളതുകൊണ്ട് മതവും സാമൂഹിക നിലപാടും വളരെ അടുത്ത സ്വാധീനം ചെലുത്തുന്നുണ്ട്. താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് കഷ്ടപ്പാടുകളാണെങ്കിൽ ജാതി പ്രശ്നങ്ങൾ മൂലമുള്ള സാമൂഹിക അനീതികൾക്കും ലിംഗാധിഷ്ഠിത പീഡനങ്ങൾക്കും ഒക്കെ ഇരയാവുന്നവരുമാർ തന്നെയാണ് സ്ത്രീകളാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇരട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അല്ലേ. ഇപ്പോൾ സ്ത്രീകൾക്ക് ജാതി വ്യവസ്ഥയിൽ മാത്രമല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്, ലിംഗത്തിൻ്റെ പേരിലും അവഗണനകൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ചില മതസമ്പ്രദായങ്ങളിൽ സ്ത്രീകൾക്ക് അതിലുമുണ്ട് പ്രത്യേക അവഗണന. ചില മതങ്ങൾ പുറത്തിറങ്ങരുത്, വിദ്യാഭ്യാസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനം തന്നെയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വിദ്യാഭ്യാസവും തൊഴിലും. മൂന്നാമത്തത് സാമൂഹിക അംഗീകാരവും സ്വാതന്ത്ര്യവുമാണ്. നാലാമത്തത് അവരനുഭവിക്കുന്ന രാഷ്ട്രീയമായ ഒറ്റപ്പെടുത്തൽ എന്ന് പറയാൻ കഴിയില്ല, വേർതിരിവുകൾ എന്ന് പറയാം. അതായത് പല രാഷ്ട്രീയ ചർച്ചകളിലും ഒന്നും പങ്കെടുക്കാൻ ആരും അനുവദിക്കുന്നില്ല, സ്ത്രീകളെ അനുവദിക്കും. അതിനുള്ള പരിഹാര മാർഗങ്ങളും നമ്മൾ കാണണം. എന്താണ് പരിഹാര മാർഗങ്ങൾ? ഒന്ന്, ശിക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കലാണ്. കുറ്റം ചെയ്താൽ അതിന് കഠിനമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ശിക്ഷണവും ബോധവൽക്കരണം, വിദ്യാഭ്യസിപ്പിക്കലും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തും. പിന്നെ ശക്തമായ സാമൂഹിക പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തലാണ്. ഇതൊക്കെയാണ് അതിനുള്ള മാർഗം. ഇനി ലിംഗപരമായ സ്വത്വത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ലിംഗപരമായ സ്വത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തി തങ്ങളുടെ സ്വയം ലിംഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നതാണ്. ഇത് ശരീര ഭൗതിക ലിംഗം എന്നതുമായിട്ട് യോജിപ്പിച്ചോ അല്ലെങ്കിൽ യോജിപ്പിക്കാതെയോ നമുക്ക് പറയാം. ഒരു വ്യക്തിയുടെ സ്വന്തം ലിംഗത്തെ സംബന്ധിച്ചുള്ള ബോധവും ആത്മബോധവുമാണ് ലിംഗപരമായ സ്വത്വം. അത് സ്വയം തിരിച്ചറിയൽ അല്ലെങ്കിൽ ലിംഗഭേദങ്ങൾ, ലിംഗഭാവങ്ങളും സാമൂഹിക നിയന്ത്രണങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിംഗസ്വത്വത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വയം അംഗീകരിക്കലാണ്.
പിന്നെ സാമൂഹിക അംഗീകാരം നേടിയെടുക്കലാണ്. പിന്നെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനും ലിംഗപരമായ സ്വത്വത്തിനും ഉള്ള പ്രാധാന്യമാണ്. അപ്പോൾ അതെന്താണ്? വ്യക്തിഗത പുരുഷനാണെങ്കിൽ സമൂഹത്തിൽ പ്രാധാന്യമുണ്ട്, സ്ത്രീയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യമായിട്ട് എന്താണ്? സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ജാതി, വർഗം, മതം, ലിംഗം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ ഒരു സംഗതി നമ്മളോട് ഇങ്ങനെ കൂടുതൽ എന്താണ് ഒന്നുകൂടി ശക്തിപ്പെടുത്തി പറയുകയാണ് ആ യൂണിറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളുടെ പ്രയാസങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വർഗപരമായിട്ടൊക്കെ ആണെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. അതാണ് നമ്മൾ മുൻകൂട്ടി അതിൽ പഠിക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അടുത്തൊരു ബ്ലോക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.